ഹായ് ഗായ്സ്, ചില്ലീസ് വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബണ്ണാണ്. ഇത് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും കേട്ടോ. അതും കൂടാതെ എണ്ണയില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ഗ്ലാസ് പാലിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് ഇളക്കി വയ്ക്കുക. അതിൽ ഈ മൈദയിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ലോണം പരത്തി കുഴച്ച് എടുക്കണം. നല്ലോണം കുഴക്കണം കേട്ടോ. ബണ്ണിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുറച്ച് നേരം കൂടുതൽ നിന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് എടുക്കണം. കുറച്ച് എണ്ണ കയ്യിൽ തടവി ഒന്നുകൂടി നല്ലോണം കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കണം. നല്ലോണം കുഴച്ചെടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അതിന് ശേഷം അത് നല്ലോണം പൊന്തി വരും. ഈസ്റ്റൊക്കെ ഇട്ടുള്ളതല്ലേ, അത് കാരണം കൊണ്ട് നല്ലോണം പൊന്തി വരും. എന്നിട്ട് അത് 10 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. അതിനുശേഷം നമ്മൾ ബണ്ണിൻ്റെ രൂപത്തിൽ ഒന്നുകൂടി കുഴച്ച് നല്ലോണം പരത്തി എടുക്കണം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ ബണ്ണെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുത്ത്, നമുക്ക് ഡയറി മിൽക്ക് ആണെങ്കിൽ ഡയറി മിൽക്ക്, അതിലുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ സാധാ നമ്മളെ ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതിലെടുത്ത് ഫില്ല് ചെയ്ത് നമ്മളെ ഇഷ്ടത്തിന് ഇതുപോലെ എല്ലാതും നമ്മൾ ഫില്ല് ചെയ്തിട്ട് ചോക്ലേറ്റിൽ ഫില്ല് ചെയ്ത് നമ്മൾ വെക്കണം. എല്ലാതും അതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഇതാവുമ്പോൾ എണ്ണ ഇല്ലാതെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും, ഇതിപ്പോൾ ഓവനിലില്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്യാസുമ്മൽ ചെയ്യാൻ പറ്റും, ഓവൻ ഉണ്ടെങ്കിലുള്ളവർക്കും ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാതും ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്ത് നോക്കുമ്പോൾ നല്ല ടെക്സ്ചറാണ് കിട്ടിയത്. നല്ല സോഫ്റ്റായിട്ട് ഉള്ളിൽ ചോക്ലേറ്റുമായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബണ്ണ് കഴിക്കുമ്പോൾ തന്നെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കാണാൻ. നല്ല സോഫ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. ഉള്ളിൽ ചോക്ലേറ്റുള്ള കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. എല്ലാവരും ഈ വീഡിയോയിൽ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻറ്റിലൂടെ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം.